പാലക്കാട് ചങ്ങലേരിയിൽ നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവായത്. അതിനിടെ മണ്ണാർക്കാട്ടെ നിപ്പ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് മർദ്ദിച്ചു. അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയതായി തമിഴ്നാട് അറിയിക്കുന്നുണ്ട്. പനിയുള്ളവർക്ക് പ്രവേശന നിയന്ത്രണവും ഏർപ്പെടുത്തി. 4 ദിവസം മുൻപ് നിപ്പ ബാധിച്ച് മരിച്ച വയോധികന്റെ മകന് കൂടി ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 32കാരൻ ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയാണ് അദ്ദേഹത്തിനും നിപ്പയാണെന്നുള്ള സ്ഥിരീകരണത്തിന്. ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ട. പക്ഷേ ഒരാൾക്കൂടെ നിപ്പ സ്ഥിരീകരിച്ചതോടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയും അതിന് തൊട്ടടുത്ത പഞ്ചായത്തുകളിലും ആശങ്ക കൂടിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ കർശന നിർദ്ദേശങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടെ ഒരു യുവാവ് കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തു കടക്കാനായിട്ട് പോലീസുമായിട്ടുള്ള തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. മാസ്ക് ധരിക്കണം, അതുപോലെ സാനിറ്റൈസർ വേണം, കൂടുതൽ പേര് കൂടിച്ചേരുന്നത് ഒഴിവാക്കണം എന്നെല്ലാം തന്നെ കർശന നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നിപ്പ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ആശങ്കയുണ്ടായിരുന്നത്. 600 ചില്ലാനം പേരെ ഇപ്പോൾ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ തമിഴ്നാട് കേരളത്തിൽ നിന്നുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അട്ടപ്പാടിയിലെ ആനക്കട്ടി, വാളയാറ്, അതുപോലെ തന്നെ മീനാക്ഷിപുരം, ഗോപാലപുരം, ഗോവിന്ദാപുരം തുടങ്ങിയ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും കേരളത്തിൽ പോകുന്ന വാഹനങ്ങളിൽ വരുന്ന യാത്രക്കാരെല്ലാം തന്നെ പനിയുണ്ടോ മറ്റ് ലക്ഷണങ്ങളുണ്ടോ എന്നുള്ള പരിശോധന നടപ്പിലാക്കുന്നുണ്ട്. നേരത്തെ കോവിഡ് കാലത്തും തമിഴ്നാട് അതുപോലെ പക്ഷിപ്പനി വരുന്ന സമയത്തും തമിഴ്നാട് ചെക്ക് പോസ്റ്റുകളിൽ ഇത്തരം പരിശോധനകൾ നടത്തിയിരുന്നു.